Sensors. Proximity sensor. കോൾ വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ ചെവിയോട് അടുപ്പിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്നത് ഈ സെൻസർ കാരണമാണ്. ഒരു IR ഡയോഡും ഫോട്ടോ ഡയോഡും ചേർത്താണ് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ചുമപ്പ് കളർ IR ഡയോഡും പച്ച കളർ ഫോട്ടോ ഡയോഡും എന്ന് വിചാരിക്കുക. കാൾ വരുന്ന സമയത്ത് IR ഡയോഡിൽ നിന്ന് ഇൻഫ്രാറെഡ് പുറത്തേക്ക് വരും. ഫോൺ ചെവിയോട് അടുപ്പിക്കുമ്പോൾ ഇൻഫ്രാറെഡ് ചെവിയിൽ തട്ടി ഫോട്ടോ ഡയോഡിൽ പതിക്കുന്നു. അപ്പോഴാണ് മൊബൈൽ ഫോണിൽ ലൈറ്റ് ഓഫ് ആകുന്നത്. ആംബിയന്റ് ലൈറ്റ് സെൻസർ. പ്രകാശത്തിന് അനുസരിച്ച് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ആയി കൺട്രോൾ ചെയ്യുന്നത് ഈ സെൻസർ ആണ്. ഫിംഗർ പ്രിന്റ് സെൻസർ. 3 രീതിയിലുള്ള ഫിംഗർ പ്രിന്റുകൾ മൊബൈൽ ഫോണിൽ ഉണ്ട്. കപ്പാസിറ്റീവ് ഫിംഗർ സെൻസർ. ESD സെൻസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സെൻസർ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉള്ള ചാർജ് ഡിസ്ചാർജ് ആകുന്നത് സെൻസ് ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫിംഗർ സെൻസർ. നമ്മുടെ വിരലിന്റെ ഒരു HD ഫോട്ടോ എടുക്കുകയും പിന്നീട് ആ പിക്ചറുമായി അനലൈസ് ചെയ്ത് സെൻസ് ആകുകയും ചെയ്യും. അൾട്രാസോണിക് ഫിംഗർ സെൻസർ. ഫിംഗർ പ്രിന്റുകൾക്കിടയിൽ ചെറിയ ശബ്ദ തരംഗങ്ങൾ കടത്തിവിട്ട് സെൻസിംഗ് നടത്തുന്നു. ഫേസ് ID. നമ്മുടെ മുഖത്തിന്റെ ഒരു HD ഫോട്ടോ എടുത്ത് സേവ് ചെയ്തിട്ട് അതുമായി അനലൈസ് ചെയ്ത് സെൻസ് ചെയ്യുന്നു. ഐഫോണിലാണെങ്കിൽ 3D ഫോട്ടോ ആണ് സേവ് ചെയ്യുന്നത്. ആക്സലറോമീറ്റർ. മൊബൈൽ ഫോണിന്റെ 90 ഡിഗ്രി 180 ഡിഗ്രി മൂവിംഗ് സെൻസ് ചെയ്യുന്നത് ആക്സലറോമീറ്റർ ആണ്. അതായത് വീഡിയോ കാണുമ്പോൾ പോർട്രൈറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആകുന്നത് ഈ സെൻസർ കാരണമാണ്. ഗൈറോസ്കോപ്പ്. 360 ഡിഗ്രി മൂവിംഗ് സെൻസ് ചെയ്യുന്നത് ഗൈറോസ്കോപ്പ് ആണ്. അതായത് റൊട്ടേഷൻ സെൻസ് ചെയ്യുന്നു. ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്നു. മാഗ്നറ്റോമീറ്റർ. ഇത് കോമ്പസ് ആണ്, അതായത് വടക്ക് നോക്കി യന്ത്രം. ദിശ അറിയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന സെൻസർ ആണിത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി താഴെ അല്ലെങ്കിൽ മുകളിൽ എന്ന് സെൻസ് ചെയ്യുന്നു. GNSS സെൻസർ. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഭൂമിയിൽ നമ്മുടെ ലൊക്കേഷൻ നിർണ്ണയിക്കുന്നതിനെയാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായും അറിയപ്പെടുന്ന GNSS ആണ് GPS. ഇത് ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് നേഷൻസ് ആണ്. സമാനമായ ടെക്നോളജിയാണ് GLONASS. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റഷ്യയാണ്. ചൈന ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് ബൈഡോ. ഗലീലിയോ റിസീവേഴ്സ് യൂറോപ്യൻ യൂണിയൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. സോളി സെൻസർ. ഗൂഗിളിന്റെ അഡാപ്പ് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ് സോളി സെൻസർ. നമ്മുടെ ചലനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന സെൻസർ ആണിത്. ഗൂഗിൾ പിക്സൽ 4, ഗൂഗിൾ പിക്സൽ 4 XL എന്നീ ഫോണുകളിൽ സോളി സെൻസർ ഉണ്ട്. എന്നാൽ വ്യാപകമായി ഇത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ടച്ചിന് പകരം നമ്മുടെ ആംഗ്യങ്ങൾ കൊണ്ട് ഡിവൈസിനെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയ വശം. ലിഡാർ സെൻസർ. ലിഡാർ ഒരു റിമോട്ട് സെൻസിംഗ് ടെക്നോളജി ആണ്. ലേസർ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കണക്കാക്കി നമ്മുടെ ചുറ്റുപാടിന്റെ ഓഗ്മെന്റ് റിയാലിറ്റി രൂപപ്പെടുത്തുവാൻ സാധിക്കും. iPhone 12 Pro, iPhone 12 Pro Max എന്നിവയിൽ ഈ ടെക്നോളജി ഉണ്ട്. ഹാൾ സെൻസർ.
മാഗ്നറ്റിന്റെ സാന്നിധ്യം മനസ്സിലാക്കി വൈദ്യുതി കടത്തിവിടുന്ന സെൻസർ ആണ് ഇത്. പഴയകാല സ്ലൈഡിംഗ് ഫോണുകളിൽ ഇത് ഉണ്ടായിരുന്നു. പൗച്ച് സെൻസർ എന്നും പറയും. പൗച്ചിലെ മാഗ്നറ്റിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നു.